നമ്മൾക്കുള്ളത് ഈ കാണുന്നതാണ് മഹത്തായ ഷെഹറാന പള്ളി എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന പള്ളി ഇവിടുന്ന് നമ്മൾ ഇഹ്റാം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്ത ഭൂമിയാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ഈ ചെറിയ കുറച്ച് മലകൾക്കിടയിലുള്ള ചെറിയൊരു ഗ്രാമം. അതിന്റെ ചെറിയൊരു ചരിത്രം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സ്ഥലത്തിനോട് പ്രത്യേക മുഹബത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വന്ന് പോയി എന്ന് മാത്രമേ ഉണ്ടാവും. ഷെഹറാന എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, മക്കയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ബദർ യുദ്ധം നടന്നു, ഉഹദ് യുദ്ധം നടന്നു, ഖന്തഖ് യുദ്ധം നടന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ നിന്ന് പോയി 8 വർഷങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000 വരുന്ന ഒരു സഹാബത്തും കൂടി എങ്ങോട്ട് വരുന്നത്, മക്കയിലേക്ക് തിരിച്ചു വരുന്നതും മക്ക കീഴടക്കും. അതായത് 8 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 8-ാം വർഷത്തിലാണ്. അന്ന് നമ്മളെ ചരിത്രമാണ് ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു കവിത പാടിയതും ആയിക്കൂടെ കയറി വന്നതൊക്കെ ആയിട്ടുള്ള. അങ്ങനെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നു, മക്ക കീഴടക്കി. ആ സമയത്ത് എന്തേരി, അന്നത്തെ അറേബ്യയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പട്ടണങ്ങളാണ്. ഒന്ന് മക്ക, ഒന്ന് യസ്രിബ് എന്ന് പറയുന്ന മദീന, പിന്നെ ഒന്നുള്ളത് ഏതാണ്, തായിഫാണ്. ഈ 3 ഇതാണ് ഹിജാസിൽ അന്ന് അറിയപ്പെടുന്ന പ്രധാന പട്ടണങ്ങൾ. അപ്പൊ ഈ തായിഫുകാർ ഇങ്ങനെ നോക്കിയപ്പോ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കീഴടക്കി, മക്കയും കീഴടക്കി. ഇപ്പൊ അത് ഇനി എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് റസൂൽ നോക്കൽ എങ്ങോട്ടായിരിക്കും, തായിഫിലേക്കായി. കാരണം എന്താണ്, നമ്മളൊരു കാലത്ത് റസൂലുള്ളാഹിനെ അടി ഓടിച്ചവരാണ്. ഇവിടുത്തെ മക്കന്റെ തൊട്ടടുത്തുള്ള പട്ടണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളായിരിക്കും നോക്കുക എന്നുള്ളത് തായിഫുകാർക്ക് മനസ്സിലായി. തായിഫിൽ അന്ന് താമസിക്കുന്ന ആളുകൾ ഹവാസിൻ, ജഖീഫ്, ബനി ബിക്ർ, ബനി സാദ് തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളാണ്. ഇപ്പം ഇതുപോലെ മക്കയിലെ ഖുറൈശികളാണ്, മദീനയിലെ ഔസ് ഖസ്റജ് ഒക്കെയാണ്. അപ്പൊ ഈ തായിഫുകാരെല്ലാവരും കൂടി പട്ടെന്ന് തന്നെ എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരെന്ത് ചെയ്തു, മാലിക് ബിൻ ഔഫ് നഖ്രി എന്ന് പറയുന്നവരാ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഒരു വണ്ടിയിൽ തന്നെ ഇരുന്ന പോലെ അന്നത്തെ ഗോത്രങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വരല് ഞങ്ങൾക്കെതിരെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, അന്നത്തെ അവിടെയുള്ള ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ഒരു തീരുമാനം എടുത്തു. നമുക്ക് എന്ത് ചെയ്യണം, റസൂൽ ഏതായാലും സൈന്യവുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, റസൂൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യും, മക്ക ആക്രമിക്കുക. കാരണം ഇപ്പോൾ അവരിങ്ങനെ മക്ക കീഴടക്കി കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. റസൂൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന്, കാരണം 100 കിലോമീറ്ററേ ഉള്ളൂ തായിഫും മക്കയും ഇടയിൽ, പെട്ടെന്ന് വന്നത് ആക്രമിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു 30,000-ഓളം വരുന്ന ഒരു സൈന്യക്കാരിത് ഈ അന്നത്തെ തായിഫിലെ എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി 30,000-ഓളം വരുന്ന വലിയൊരു സൈന്യമായി മാറി എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, അവർ മാലിക് ബിൻ ഔഫ് നഖ്രിയുടെ നേതൃത്വത്തിൽ തായിഫിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. റസൂൽ അപ്പോൾ ഇവിടെ മക്ക വിജയമൊക്കെ കഴിഞ്ഞ് കാബൊക്കെ എന്ത് ചെയ്തു, ബിംബങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ എന്ത് ചെയ്യണം, ശുദ്ധീകരിച്ച് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർ പോരുന്നതിന് മുമ്പ് ഈ മാലിക് ബിൻ ഔഫ് നഖ്രിയുടെ ഒരു പ്രത്യേക തീരുമാനം എടുത്തിരുന്നു. അത് മുമ്പിൽ പറഞ്ഞു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ഭവൻ. അപ്പൊ അവർ പറഞ്ഞു, നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ ചെറിയ സൈന്യമല്ല, അതായത് റസൂലും സഹാബത്തുമാണ്. ഇവരുടെ പ്രശ്നത്തിൽ ഇവർ യുദ്ധത്തിന് വരുമ്പോൾ 2 ഉദ്ദേശമായിട്ടാണ് വരിക. ഒന്നുകിൽ രക്തസാക്ഷിത്വം, മരിച്ചാലും അവർക്ക് ഖൈറ്, വിജയിച്ചാലും അവർക്ക് ഖൈറ്. അപ്പോൾ ഒരു പിന്തിരിഞ്ഞോടാത്തൊരു സമുദായമാണ്, ഈ സമൂഹമാണ് റസൂലും സഹാബത്തും. പക്ഷേ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ നമ്മൾ നേരിടാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കുമാണ് അങ്ങനെ എന്തെങ്കിലും. അപ്പൊ നമുക്ക് ഈമാനൊന്നുമില്ല, അല്ലെങ്കിൽ അള്ളാന്റെ അടുത്ത് കൂലിയിട്ടാനോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കണം എന്നായിട്ട് ഇദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിന് വരുന്ന ആണുങ്ങളെല്ലാവരും അവരുടെ ഭാര്യമാര്, കുട്ടികൾ, അവരുടെ അടുത്തുള്ള സമ്പത്ത്, ആട്, മാട്, ഒട്ടകങ്ങൾ, സ്വർണം, വെള്ളി ഇതൊക്കെ ആയിട്ട് വരണം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ വരുന്നത്, അവരെന്ത് ചെയ്യുക, നമ്മൾ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളെ പിന്നിൽ നിർത്തുക. നമ്മളെ പിന്നിൽ സ്ത്രീകളെ, കുട്ടികളെ, ഒട്ടകം, ആട്, നമ്മുടെ സമ്പത്തൊക്കെ നിർത്തുക. എന്നിട്ട് യുദ്ധം ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, പിന്തിരിഞ്ഞു കൊടുക്കുക. നമ്മൾ പിന്തിരിഞ്ഞു ഓടിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇവരെ അടിമകളാക്കപ്പെടും. അന്നത്തെ രീതി അങ്ങനെയാണ്. യുദ്ധത്തിൽ തോൽച്ചാൽ തോറ്റവൻ്റെതാണ്. സ്വർണം, വെള്ളിയും, ആടുകളൊക്കെ എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടും. അപ്പൊ ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്തിരിഞ്ഞോടൂല എന്ന് പറഞ്ഞിട്ട് അവരാരും തീരുമാനം എടുത്തിട്ടാണ് എന്ത് ചെയ്ത്, അപ്പൊ യുദ്ധത്തിന് വരുമ്പോൾ ഉള്ള ഗനീമത്തുകളും സമ്പത്തുകളും ഒക്കെ മൊത്തമായിട്ടാണ് അവർ യുദ്ധത്തിന് വന്നിരുന്നത്. സ്വാഭാവിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വാർത്ത അറിഞ്ഞു, ഇങ്ങനെ തായിഫിൽ നിന്ന് വലിയൊരു സൈന്യം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മദീനയിൽ നിന്ന് 10,000-ഓളം വരുന്ന സഹാബത്താണ് മക്ക കീഴടക്കാൻ വന്നത്. അവരെയും പിന്നെ അന്ന് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന 2,000-ഓളം പേര് മക്കയിലുണ്ടായിരുന്നവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു, 12,000 വരുന്ന സൈന്യവുമായിട്ട് മക്കയിൽ നിന്ന് പുറത്തേക്ക് പോയി. കാരണം മക്കയിൽ നിന്നാണ് അപ്പോൾ ഇസ്ലാം വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇതുണ്ടായ ആദ്യ മുസ്ലിം ആയവരൊക്കെ പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെന്ത് റസൂലുള്ളാഹി മക്കയിൽ നിന്ന് 2,000-ഓളം വരുന്ന സൈന്യം, 10,000 മദീനയിൽ നിന്ന് വന്ന സഹാബത്തും 2,000 അന്ന് മക്കയിൽ സ്വീകരിച്ചവരുമായിട്ട് നേരെ എന്ത് ചെയ്യും, തായിഫിന്റെ വാദ്യം. അങ്ങനെ മക്കൾക്കും തായിഫിനും ഇടയിൽ ഹുനൈൻ എന്ന് പറയുന്ന ഒരു വാദ്യം, നമ്മൾ തായിഫിലേക്ക് പോകുമ്പോൾ കാണിച്ച യുദ്ധം നടന്ന സ്ഥലം. അപ്പൊ അവിടെ വെച്ചിട്ട് എന്ത് യുദ്ധം ഉണ്ടായി. ചുരുക്കി പറ, ആ യുദ്ധത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഹുനൈനിക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വിജയിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ അതുവരെ ഏറ്റവും കൂടുതൽ ഗനീമത്ത് കിട്ടിയ ഒരു യുദ്ധമായി മാറി ഹുനൈൻ. അതിന്റെ കാരണം എന്താണ്, ഞാൻ പറഞ്ഞ പോലെ അവരെ സമ്പത്തും പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളെയും വെള്ളിയും ഒക്കെ ആയിട്ട് വന്നിരുത്. അപ്പൊ അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഹുനൈനുള്ള ആ ഭാഗത്ത്. അപ്പൊ അവരെന്ത് യുദ്ധം കഴിഞ്ഞിട്ട് ആ ഗനീമത്തുകളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജിറാന എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഇവിടെ 13 ദിവസത്തോളം നിന്നു എന്നാണ്.
എന്നിട്ട് ആ ഗനീമത്തുകളൊക്കെ വിതരണം ചെയ്യണം. അത്രയും ഒരു 2 മലിനിടയുള്ള അത്രയും ഒരു താഴ്വര നിറച്ച ആടുകൾ, അത്രയും കുതിരകൾ, ഒട്ടകങ്ങൾ, അങ്ങനെയൊക്കെയായിരുന്നു ഗനീമത്ത് ലഭിച്ചത്. അപ്പൊ 13 ദിവസത്തോളം ഇവിടെ ഈ ഒരു പള്ളിയിൽ നിൽക്കുന്നവർക്ക് താമസിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനീമത്തുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ആ ഒരു ദിവസം, ആ ഒരു അങ്ങനെ എടുക്കുന്ന ഒരു രാത്രിയിൽ റസൂലുള്ളാഹി ഇവിടെ കിണറുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ കിണറ്റിൽ നിന്ന് വുളു എടുക്കുകയും ഇഹ്റാം ചെയ്യുകയും പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് മക്കയിൽ പോയിട്ട് ഇഹ്റാം ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ 3ാമത്തെ ഉംറ ചെയ്ത് ഇഹ്റാം ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്ത ഒരു പ്രത്യേക സുന്നത്താണ്. ചിലർക്ക് പറയേണ്ടത് വലിയ ഉംറയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് സാധാരണ നമ്മൾ ആയിഷ പള്ളിയിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്ത്. അതുപോലെ തന്നെ ഈ ഹുനൈനിന്റെ ഏറ്റവും രസകരമായ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ അടിമകളാകൊണ്ട് ഒരുപാട് സമ്പത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പൊ വരുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരു സഹാബി ഇങ്ങനെ പിടികൂടി വരികയാണ്. അങ്ങനെ സഹാബത്തിന്റെ കയ്യിലാണ് അടിമകളൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയവരെ അങ്ങനെ കയറിട്ട് കെട്ടി, അങ്ങനെയാണല്ലോ അന്നത്തെ രീതി, അടിമകളാക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ പോരുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ എന്ത് ചെയ്തു, തന്നെ കുടിച്ചുകൊണ്ടാണ് സഹാബിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുടിച്ചിട്ടായിട്ട് നോക്കണ്ട, അതായത് നിങ്ങളിങ്ങനെ അടിമയായിട്ടുള്ള പിന്നെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ നേതാവിന്റെ സഹോദരിയാണ്. അപ്പൊ ഈ സഹാബിക്ക് നമ്മളെ നേതാവിന്റെ സഹോദരി, റസൂലുള്ളാഹിന്റെ സഹോദരി. ആർക്കും അറിയാം, നബിക്കും അബ്ദുല്ലാഹ് എന്നിവർക്ക് പാറ കുട്ടികളൊന്നുമില്ല, ആകെയുള്ള റസൂലുള്ളാഹി. പിന്നെ സഹോദരി ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പൊ എന്നാലും സഹാബിക്ക് ഞാൻ റസൂലുള്ളാഹിന്റെ ആണെങ്കിലോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും അത് കേട് വരുമോ എന്നുള്ള എന്ത് ചെയ്തു, അവരിവിടെ ഇരിക്കുന്ന സമയത്ത് ആ സഹാബി ആ സ്ത്രീനെയും കൂട്ടിയിട്ട് ഇങ്ങനെ വന്നു. റസൂലുള്ളാഹിനെ മുമ്പ് എടുത്തിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി, ഇവർ പറഞ്ഞു ഇവർ നിങ്ങളെ സഹോദരിയാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെങ്ങനെ നോക്കിയിട്ട്, ഞാൻ എങ്ങനെയാണ്, നീ എങ്ങനെയാണ് എന്റെ സഹോദരി? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, എന്റെ പേര് ഷൈമ എന്ന്. ഞാൻ ആരാണ്? ഹലീമ സാജിയ റളിയല്ലാഹു അൻഹയുടെ മോളാണ്. അതായത് മുലകുടിയിലുള്ള റസൂലുള്ളാഹിന്റെ സഹോദരിയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, സ്വന്തം ശരീരത്തിലെ കുറച്ച് ചെറിയൊരു ഭാഗം ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് കാണിച്ചു, യാ റസൂലുള്ളാഹി, ഉമ്മ ചെറുപ്പത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത്, തായിഫിലായിരുന്ന സമയത്ത് ഉമ്മ എടുക്കെങ്കിലൊക്കെ അത്യാവശ്യത്തിന് പോകുമ്പോൾ ഞാൻ മൂത്ത കുട്ടി എന്നുള്ളതൊക്കെ ഞാനേ നിങ്ങളെ നോക്കിന്, അന്ന് നിങ്ങൾ കടിച്ച പാടാണിത് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി ആ ഒരു രംഗമൊക്കെ ഓർമ്മ വന്നിട്ട് റസൂലുള്ളാഹി ഇവിടെ നിന്ന് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു എന്ന്. എന്നിട്ട് എന്ത് ചെയ്തു, സ്വന്തം വളർത്തുന്ന ഒരു ചെറിയൊരു തുണി എടുത്തിട്ട് അട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു, ഷെയ്മാനാണ് ബഹുമാനിച്ചിരുത്തി. റസൂലുള്ളാഹിക്ക് ആ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു, സഹോദരിനെയൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു, ഷെയ്മാൻ അവരെ ബഹുമാനിച്ച് അവിടെ ഇരുത്തുകയും എന്നിട്ട് ഷെയ്മാനോട് ചോദിച്ച്, എന്താണ് അവസ്ഥകളും കാര്യങ്ങളും വെച്ചിട്ട്, നീ എൻ്റെ കൂടെ മദീനയിലേക്ക് പോരുന്നു, അതല്ല നീ നിന്റെ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോവാണോ? അപ്പോൾ ഞാൻ തിരിച്ചു പോകണം. അങ്ങനെ റസൂലുള്ളാഹി കുറച്ച് അടിമകളെയും കുറച്ച് സമ്പത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അവരവിടെ നിന്ന് യാത്രയാക്കിയത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹോദരിയായ മൂത്ത സഹോദരിയെ, റസൂലുള്ളാഹിയുടെ കുട്ടിക്കാലത്ത് നോക്കിയിരുന്ന ആ സഹോദരിയെ കാണുന്നതൊക്കെ ഈ കാണുന്ന ജഹറാനയിൽ വെച്ചിട്ടാണ്. അത് അവരെ ആ ഗനീമത്തായിട്ട് പിടികൂടപ്പെട്ട് അങ്ങനെ അവരെ മോചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അൻസാരികളായ മദീനക്കാരുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതായത് അത്രയും ഗനീമത്ത് കിട്ടിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു കുറേ മക്കാരുണ്ട്. അപ്പൊ ഈ മക്കാർക്ക് എന്ത് ചെയ്തു, പരമാവധി അതിലെ നേതാക്കൾക്കൊക്കെ എന്ത് ചെയ്തു, തോണത്തോണൊട്ടകം, അതായത് അബൂ സുഫിയാൻ ഒരു 100 ഒട്ടകം, മറ്റേ 100. അതായത് ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവർക്കൊരു അടയാളം കൊടുക്കുക. അതായത് അവരിപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജാഹിലിയ്യ കാലത്ത് നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങൾ ഇസ്ലാമിലൊക്കെ അതേ സ്ഥാനം ഉണ്ടാവുന്നുണ്ട്. അവരെ ഈമാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂൽ എന്ത് ചെയ്തു, ഇവർക്ക് വാരി കോരി കൊടുത്തു മക്കാർക്ക് എല്ലാവരും. അതിൽ മദീനത്തിൽ നിന്ന് വന്ന അൻസാരികളായ സഹാബത്തുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോ എന്താണ്, റസൂലുള്ളാഹി യുദ്ധം ചെയ്തേ നമ്മൾ, മക്ക കീഴടക്കി നമ്മൾ, ഹുനൈനിൽ യുദ്ധം ചെയ്തേ നമ്മളെ വാഴ്മത്തെ ചോരപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴേക്കും കിട്ടിയ ഗനീമത്തൊക്കെ റസൂലുള്ളാഹി പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന റസൂലുള്ളാഹിന്റെ കുടുംബക്കാർക്ക്, അതായത് ഖുറൈശികൾക്ക് വാരിക്കോരി കൊടുക്കുകയാണല്ലോ എന്നുള്ള അൻസാരികളെ ഉള്ളിൽ ഇങ്ങനെ വന്നു എന്നാണ്. അപ്പൊ അൻസാരികൾ എന്ത് ചെയ്തു, അവർ ചർച്ചാ വിഷയമായി. പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്ന യുവാക്കളൊക്കെ അങ്ങനെ ചർച്ച, റസൂലുള്ളാഹി നമുക്കൊന്നും തന്നില്ലല്ലോ, എല്ലാം കൊടുത്തല്ലോ എന്നുള്ളത്. അപ്പൊ അന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആണ് അൻസാരികളുടെ നേതാവ്, മദീനക്കാരൻ നേതാവ്. നേരെ പോയിട്ട് റസൂലുള്ളാഹി, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച, നിങ്ങൾ എന്ത് കിട്ടിയ ഗനീമത്ത് ഫുള്ള് നിങ്ങളെ മക്കക്കാർക്ക് പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പെട്ടതന്നെയല്ല, എനിക്കുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ അൻസാരികളായ മദീനക്കാരെ മാത്രം ഒരു വാക്കുകൾ വിളിച്ചു കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്തു, അവരെ ഒരു ഭാഗത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നു. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം ഒരു രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞങ്ങളോട് പറയട്ടെ. ഞാൻ നിങ്ങളിലേക്ക് വന്നപ്പോഴാണ് എന്ത് ചെയ്ത്, നിങ്ങൾക്ക് ദീൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത്. നിങ്ങളെ എന്ത് ചെയ്യുക, നരകത്തിൽ നിന്ന് രക്ഷിച്ച ആൾ ഞാനാണ്, നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ ഞാൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സാബത്തിൽ നിന്ന് മുണ്ടിയതാണ് അൻസാരികളായ സാബത്ത്. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറയത്, മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചപ്പോൾ നിങ്ങളാണ് എനിക്ക് വീട് തന്നത്, നിങ്ങളാണ് എനിക്ക് സമ്പത്ത് തന്നത്, നിങ്ങളാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത്, നിങ്ങൾക്ക് എന്നോടും പറയാം. അതായത് നമുക്ക് രണ്ടാൾക്കും എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഞാൻ എന്താണ് അവർക്കൊക്കെ കൊടുത്തത്, എന്താണ് ഞാൻ അവർക്ക് കൊടുത്തത് ഷാത്തും, അതായത് ആടുകളെയും ഒട്ടകങ്ങളെയാണ്. നിങ്ങൾക്ക് തൃപ്തിയാവും. അതായത് ഈ ജനങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് കിട്ടിയ ദുനിയാവുമായിട്ട് പോകും. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് നിങ്ങളെ റസൂലിനെയാണ്, നിങ്ങൾക്ക് അത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അവരൊക്കെ ആടുകളും ഒട്ടകങ്ങളുമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ തരുന്നത് നിങ്ങളുടെ റസൂലിനെ. അപ്പൊ സഹാബത്തോടെ പൊട്ടി റദീനാ ബി റസൂലില്ലാഹ് അവിടെ പൊട്ടിക്കരഞ്ഞു.
അതായത് അൻസാരികളെല്ലാവരും ഭയങ്കര സങ്കടത്തിൽ എത്രത്തോളം ഇങ്ങനെ താടി രോഗത്തോടെ ഇങ്ങനെ ഒളിച്ചിറങ്ങുന്നുണ്ട്. അതായത് കുറച്ച് നേരത്തേക്ക് റസൂലുള്ളാഹിനെ സംശയിച്ചല്ലോ എന്നുള്ള. അങ്ങനെ പിന്നീട് റസൂലുള്ളാഹി എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഹിജ്റ എന്ന് പറയുന്ന ഒരു സംഭവം അള്ളാഹുവിൽ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ നിങ്ങൾ ജനിക്കേണ്ട ആളാണ്, അൻസാരിയായി ജനിക്കേണ്ട. പക്ഷെ എനിക്കൊരു ഹിജ്റ എഴുതിയതുകൊണ്ട് ഞാൻ മക്കയിൽ ജനിക്കുകയും മദീനയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാനൊരു അൻസാരിയായി ജനിക്കേണ്ട ആളാണെന്ന് പറയുകയും എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ അർഹമിൽ അൻസാർ, അല്ലാഹു നീ ഈ അൻസാരികളോട് നീ റഹ്മ ചെയ്യണം. ഇതിന് മതിയാക്കാതെ അല്ലാഹുമ്മ അർഹം അബ്നാഇൽ അൻസാർ, അൻസാരികളുടെ മക്കളോട് നീ റഹ്മ ചെയ്യണം. അബ്നാഇ അൻസാരികളുടെ മക്കളോട് നീ റഹ്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ദുആ ചെയ്തു. അൻസാരികളോട്, അൻസാർ നിങ്ങളും എല്ലാവരും കൂടി നമ്മളൊരു വഴിക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു 2 വഴിയുണ്ട്, ഒരിങ്ങോട്ടും ഒരിങ്ങോട്ടും. അപ്പോൾ എല്ലാവരും കൂടി ഈ വഴിക്ക് പോകാൻ, നിങ്ങൾ അൻസാരികൾ ഈ വാദിയിൽ കൂടെ പോവാണെങ്കിൽ ഞാനെന്ത് ചെയ്യും, ലക്കവാദിയല്ല അൻസാർ, അൻസാരികളുടെ വഴി കൂടെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരിവിടെ ഇരുന്ന് ഒരുപാട് നേരം പൊട്ടിക്കരയുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ജെഹ്റാന എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 13 ദിവസത്തോളം അവിടെ താമസിക്കുകയും അതേപോലെ ചില റിപ്പോർട്ടിൽ കാണാം ഹലീമ സാദിയ എന്ന് പറഞ്ഞ വലിയ മുലകുടിയിലുള്ള ഉമ്മാനെയും റസൂലുള്ളാഹി കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ള ഒരു വാക്കുകളും കാണാം. അപ്പൊ അങ്ങനെയുള്ള 13 ദിവസത്തോളം റസൂലുള്ളാഹി താമസിച്ച ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് ജെഹ്റാന അല്ലെങ്കിൽ ജെഹ്റാന എന്നൊക്കെ അറബിയിൽ വ്യത്യസ്തമാണ്. ഇനി റസൂലുള്ളാഹി അന്ന് വെള്ളമെടുത്ത ഒരു കിണറുണ്ട് ഇവിടെ. ചില റിവായത്തനുസരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഒരു ചെറിയൊരു അമ്പ് കൊടുത്തു എന്നും, വെള്ളമില്ലാത്തൊരു സമയത്ത് അങ്ങനെ അമ്പ് ചെയ്തപ്പോൾ വെള്ളം ഉണ്ടായി എന്നും വ്യത്യസ്തമായ ചിലർ വിരലിന്റെ ഇടയിൽ കൂടെ വെള്ളം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരു ജെഹ്റാന കിണർ എന്ന് പറഞ്ഞൊരു കിണറുണ്ട്, ജെഹ്റാന പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോവുക, ഒതു എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് ഇതാണ് ആ കണ്ട് കിണറൊക്കെ കാട്ടിക്കൂട്ടിയത്. അതൊരു മനുഷ്യന്മാര് കാണാൻ കൊലത്തിന് ആക്കി വിടലേ, എന്താ ചെയ്യ. ഇതെന്നെ കണ്ട് ഇന്നോളാ